എൻ്റെ പേര് രതീഷ്. ഞാനിപ്പോൾ സെൻറ്റർ ഫോർ മെറ്റീരിയൽ ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി എന്ന റിസർച്ച് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ജനറലാണ്. ഈ സ്ഥാപനം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള ഒരു റിസർച്ച് സെൻറ്ററാണ്. നമ്മൾ പൊതുവേ ഈ റിക്വയർമെൻറ്റ് ഡ്രിവൺ റിസർച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 3 സെൻറ്ററാണ് ഉള്ളത്. ഒന്ന് തൃശ്ശൂരിലാണ്, രണ്ടാമത്തേത് ഹൈദരാബാദിൽ, മൂന്നാമത്തെ റിസർച്ച് സെൻറ്റർ ഉള്ളത് പൂനെയിൽ. കഴിഞ്ഞ 9 വർഷമായിട്ട് സിമെറ്റ് ഹൈദരാബാദിൻ്റെ ഡയറക്ടറായിരുന്നു. അവിടെ നമ്മൾ ചെയ്ത ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ആദ്യം ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ 140 ബില്യൺ മാൻ പവർ ഉള്ളൊരു രാജ്യത്ത് എന്തുമാത്രം മൊബൈൽ ഫോൺസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എൻഡ് ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ഫോൺസ് എന്ത് ചെയ്യും എന്നാരെങ്കിലും ചിന്തിച്ചിട്ടില്ല. മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഏതാണ്ട് 40 മൂലകങ്ങളുണ്ട് നമ്മളുടെ പീരിയോഡിക് ടേബിളിലുള്ള. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലീനിയർ എക്കോണമിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ടേക്ക്, മേക്ക് ആൻഡ് ഡിസ്പോസ് ഓഫ്. ഞാനെപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് ലൂട്ട് ആൻഡ് പൊല്യൂട്ട് മദർ എർത്ത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലർ എക്കോണമിയാണ്. നമ്മൾ ഈ എൻഡ് ഓഫ് ലൈഫ് പ്രോഡക്ട്സിനെ, എല്ലാ ഇലക്ട്രോണിക് പ്രോഡക്ട്സിനെയും തിരിച്ചെങ്ങനെ ലൈഫിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അത് മൊബൈൽ ഫോൺ ആവട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, 106 ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇ വേസ്റ്റ് ആയിട്ട്. ഇതിനെ നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ ഭാഗങ്ങളും വേർതിരിച്ചെടുത്ത് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ലിത്തിയം അയൺ ബാറ്ററി നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ലിത്തിയം അയൺ ബാറ്ററി. ലിത്തിയം അയൺ ബാറ്ററി നിർമ്മിക്കാനായിട്ട് നമുക്ക് 3 ക്രിട്ടിക്കൽ മിനറൽസ് വേണം. ഒന്ന് ലിത്തിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ഈ 3 മൂലകങ്ങളും ഇന്ത്യയിലില്ല. ലിത്തിയം അർജൻറ്റീനയിലും ചിലിയിലുമാണുള്ളത്. കൊബാൾട്ട് കോങ്കോയിലാണ്. നിക്കൽ കൂടുതലും ഉള്ളത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് അതിനെ ഫർദർ ബാറ്ററി പ്രൊഡക്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇതിനുള്ള ട്രെയിനിങ് നമ്മൾ ഈവൻ സ്റ്റുഡൻസിന് പോലും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഒരുപാട് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇതിൽ എന്താ പറയുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിനകത്തുള്ള വാല്യൂ ചെയിൻ മനസ്സിലാക്കി അതിനെ റിക്കവർ ചെയ്ത് റീയൂസ് ചെയ്യുക എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ സ്റ്റുഡൻസും ഇ വേസ്റ്റ് ഒരു കരിക്കുലമായി പഠിക്കണമെന്നുള്ളതാണ്. അത് ആൾറെഡി കേരളത്തിൽ 10th ക്ലാസ്സിൽ ഒരു കരിക്കുലമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ITI, ഡിപ്ലോമ, അതുപോലെ തന്നെ എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലും നമ്മൾ ഇതിനെ ഒരു കരിക്കുലമായിട്ട് കൊണ്ടുവരും. ഈ ഏരിയയിൽ നമ്മൾ IIT ഹൈദരാബാദിൽ EVS റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു MTech പ്രോഗ്രാം ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കയ്യിലുള്ള റിസോഴ്സസ്, ഉദാഹരണത്തിന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ നോക്കിയാൽ അതിൽ ഏതാണ്ട് 150 സെമി കണ്ടക്ടേഴ്സും. ഒരു മൊബൈൽ ഫോൺ കേടായെന്ന് പറഞ്ഞിട്ട് ഈ 150 സെമി കണ്ടക്ടേഴ്സൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. അത് ഏതാണ് പിന്നും ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അതിനൊരു പുതുജീവൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് റിസോഴ്സ് എഫിഷ്യൻസിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ പല സ്റ്റേറ്റുകളിലും ആൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ CFL. നമ്മൾ ഇപ്പോൾ അത് LED മാറി. ഈ CFLൻ്റെ അകത്ത് 3 തൊട്ട് 4 മില്ലിഗ്രാം വരെ മെർക്കുറി ഉണ്ട്. ഒരു 2000 CFLs നമ്മൾ കളക്ട് ചെയ്ത് അത് ലാൻഡ് ഫില്ലിലോട്ട് പോയാൽ 50,000 ലിറ്റർ വാട്ടറിനെ, ഡ്രിങ്കിങ് വാട്ടറിനെ അതിന് കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാം ഇതൊക്കെ മനസ്സിലാക്കി അതിനുള്ള റീസൈക്ലിംഗ് മെത്തേഡ്സും എൻവിറോൺമെൻ്റലി ബിനൈൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇ വേസ്റ്റ് കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞൊരു പോർട്ടൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പോലും ഇതിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നമ്മൾ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള വീഡിയോസ് നോക്കി എന്തൊക്കെയാണ് ഈ ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ എഫക്ട്സ്, അത് ഉപയോഗിക്കാൽ ഉണ്ടാകുന്ന എഫക്ട്സ് എന്നതിനെക്കുറിച്ചും എങ്ങനെ അതിനൊരു വാല്യൂ ചെയിനാക്കി മാറ്റാമെന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണ കിട്ടും.
ഇപ്പോൾ ഇന്ത്യയിൽ 4.2 ബില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റാണ് കഴിഞ്ഞ വർഷം ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് മാത്രം 30,000 കോടി രൂപയുടെ റിസോഴ്സസും. അപ്പോൾ ഇതിനൊരു ബിസിനസ് മോഡലാക്കി ചെയ്യുന്നവർക്കും വേണ്ട സഹായങ്ങളും മറ്റും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യല്ലോ. ഈ ലിഥിയം അയൺ ബാറ്ററി ടെക്നോളജി നമ്മൾ ആൾറെഡി 28 ഇൻഡസ്ട്രീസിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരതിൽ നിന്ന് ഈ വളരെ ക്രിട്ടിക്കലായിട്ട് മൂലകങ്ങളെ തിരിച്ചെടുക്കുകയും പുതിയ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും. ഇനി നമ്മളെ സീമെന്റ് തൃശ്ശൂരിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ അവിടെ സോളാർ ലാൻറ്റേൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂപ്പർ കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ച് അതെങ്ങനെയാണ് ഒരു സോളാർ ലാൻറ്റേൺ ഉണ്ടാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റൂറൽ ഏരിയയിൽ, ഇപ്പോൾ പാലക്കാട് അങ്ങനെയൊക്കെ ഉള്ള ഈ ഇലക്ട്രിസിറ്റി എത്താത്ത ഏരിയയിൽ നമുക്ക് എങ്ങനെ ഇതുപോലുള്ള സോളാർ ലാൻറ്റേൺ ഉണ്ടാക്കി നമുക്കത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കാമെന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ തന്നെ സെൻസേഴ്സ്, നമ്മൾ പലതരത്തിലുള്ള സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി സെൻസർ, ഹൈഡ്രോജൻ സെൻസർ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്യാസ് സെൻസേഴ്സും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതെങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് ഞങ്ങളൊരു വെബ്സൈറ്റ് തരാം. ആ വെബ്സൈറ്റിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും കിട്ടുന്നതാണ്.